അമേരിക്കയുടെ ആയുധപ്പുര കാലി. ട്രംപിന് മുന്നറിയിപ്പുമായി പെന്റഗൺ. ഇറാനെതിരെ പൂർണ്ണമായ യുദ്ധത്തിലേക്ക് കടക്കാൻ ആവശ്യത്തിന് മിസൈൽ ശേഖരമില്ലെന്ന് ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ്. വൈറ്റ് ഹൌസിന് യാഥാർത്ഥ്യത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമില്ലെന്ന് മുന്നറിയിപ്പ്. ഇറാനെതിരെ സൈനിക നീക്കം ശക്തമാക്കാൻ ട്രംപ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. വി ഡി സതീശനും കെ.സി. വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും ഒപ്പം. വിശ്വനാഥും കൊടിക്കുന്നിൽ സുരേഷും അറസ്റ്റിൽ. ജിതേന്ദ്ര സിംഗുമായി ചർച്ച നടത്തി രാഹുൽ. തലക്കെട്ട് വിവാദത്തിൽ ദേശാഭിമാനിയിൽ നടപടി. വാരാന്ത പതിപ്പിന്റെ കെ.ആർ. അജയനെ മാറ്റി. പാർട്ടിയെ തുടർച്ചയായി പ്രതിസന്ധിയിലാക്കുന്നതിൽ കടുത്ത അമർഷത്തിൽ CPM. കള്ളൻ വിജയൻ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച് എഴുത്തുകാരൻ. പാലാ നഗരസഭയിൽ കേരള കോൺഗ്രസ് കോൺഗ്രസ് സഖ്യം വരുന്നു. UDF ഭരണം വീണു. LDF അവിശ്വാസം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങളും കോൺഗ്രസ് വിമതയും പിന്തുണച്ചു. കോൺഗ്രസ് അംഗങ്ങൾ എത്തിയത് വിപ്പ് ലംഘിച്ച്. സിക്കിം ടണൽ അപകടത്തിൽ മരണം 11ആയി. നിരവധി തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നു. മീഥെയ്ൻ വാതകത്തിന്റെ അളവ് ഉയർന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി. അപകടമുണ്ടായത് ഇന്നലെ വൈകിട്ട്. യുക്രൈനിൽ കൊല്ലപ്പെട്ട മലയാളി നാവികന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ തീവ്ര ശ്രമം. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയൽ മരിച്ചത് റഷ്യൻ ആക്രമണത്തിൽ. റഷ്യയെ കടുത്ത പ്രതിഷേധം അറിയിച്ച് വിദേശകാര്യ മന്ത്രാലയം. നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണ സംഘത്തിൽ മാറ്റം. ആഭ്യന്തര വകുപ്പ് നടപടി. കുടുംബം അതൃപ്തി അറിയിച്ചതോടെ MK റാമിന്റെ ജാമ്യത്തിൽ. DGPയോട് വിശദീകരണം തേടി മന്ത്രി. അമ്മയുടെ വനിതാ മക്കൾ തമ്മിൽ തല്ലു തുടരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണ വിധേയർ താൻ ഉള്ളിടത്തോളം കാലം അമ്മയുടെ തലപ്പത്ത് വരില്ലെന്ന് ശ്വേത. കുറ്റാരോപിതർ ആരൊക്കെയെന്ന് ശ്വേതാ മേനോൻ വ്യക്തമാക്കണമെന്ന് നടി മാല പാർവതി. രാഷ്ട്രീയവും മതവും വർഗീയതയും കൊണ്ടുവന്ന് സംഘടനയെ വിഭജിക്കാൻ ശ്രമിക്കരുതെന്നും ശ്വേതാ മേനോൻ. പ്രസ്താവനകൾ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുവെന്ന് മാല പാർവതിയുടെ മറുപടി. മലയാള സിനിമയിലെ താരദമ്പതികൾക്കെതിരെ ഗുരുതര ആരോപണവുമായി നടൻ ജോജു ജോർജ്. പ്രമുഖ നടനും ഭാര്യയും ചേർന്ന് തനിക്കെതിരെ PR വർക്ക് നടത്തുന്നുവെന്ന് ആരോപണം. മലയാളത്തിലെ പല പ്രമുഖ താരങ്ങളും പെയ്ഡ് PR വർക്ക് ചെയ്യുന്നുണ്ടെന്നും ജോജു. ISISന് സാമ്പത്തിക സഹായം നൽകുന്ന ശൃംഖലകൾ കണ്ടെത്താൻ ED. ബംഗളൂരുവിൽ 8 പരിശോധന. റെയ്ഡ് NIA കേസിന്റെ അടിസ്ഥാനത്തിൽ ട്രസ്റ്റുകൾ വഴി പ്രതികൾ ഭീകരപ്രവർത്തനത്തിന് ഫണ്ട് സ്വരൂപണം നടത്തിയെന്നു കേസ്.